സുധി വർക്ക്ഷോപ്പിലിരിക്കുമ്പോൾ അവിടെ ഉള്ളവരോട് നിധി താലിയൂരിയ കാര്യം പറയാണ്. അവർ പറയും അതത്ര കാര്യമാക്കാനൊന്നുമില്ല, ഇക്കാലത്തൊക്കെ താലിക്കൊക്കെ ആരാ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ അമ്മ വരെ ഈ താലിയൊന്നും അധികം ഉപയോഗിക്കാറില്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴാണ് അതൊക്കെ ഇടാറ്. ഇതൊക്കെ സീരിയലുകാർ സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ സുധിക്കൊരു സമാധാനം തോന്നും. ഹരീഷ് പറയും അത് ഏടത്തി സ്വന്തം ഇഷ്ടത്തിന് ഊരി കൊടുത്തതല്ല, ഇങ്ങനെ പറഞ്ഞ് ആ ദേഷ്യത്തിൽ ഊരി കൊടുത്തതാ. ഇത് കേൾക്കുമ്പോൾ സുധി പറയും ഞാനിവിടുന്ന് പോവാ. ഹരീഷ് പറയും അതാ നല്ലത്, അതാകുമ്പോൾ നമ്മുടെ പണിയെങ്കിലും നടക്കും. സുധി പോയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിധി വരുന്നത് കാണും. അറിയാത്ത ഭാവത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. നിധിയെ കണ്ടിട്ട് നിധി, ഇത് നിധിയുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണല്ലോ അല്ലേ. നിധിക്ക് എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്ത് നിൽക്കുകയായിരുന്നു. നിധി പറയും എന്നാൽ ശരി. സുധീർ ആനോ വിളിച്ചിട്ടിപ്പോൾ അവൻ വൈകുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പം നിധിയെ കാണുന്നത്. നിധി പറയും ഫ്രീ ആണെങ്കിൽ വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് വേണ്ട, കുറച്ച് അപ്പുറത്തേക്ക് പോവാം. അവരൊരു കൂൾ ബാറിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധി പറയും ചിലപ്പോൾ താലി ഊരിയതിൻ്റെ വിഷമത്തിലേ എന്നോട് മാപ്പ് പറയാനാവും. എന്താ നിധി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? നിധി പറയും എനിക്ക് ഡിവോഴ്സ് വേണം. സുധിക്കും ഡിവോഴ്സോ? അത് വേണ്ടെന്ന് വെച്ചതല്ലായിരുന്നോ? നിധി പറയും അന്ന് ID കാർഡ് ഇല്ലാഞ്ഞിട്ടല്ലേ. ഡിവോഴ്സ് ചെയ്താലേ നമ്മൾ രണ്ടാളും ഒന്ന് ഫ്രീ ആവും. ഒന്നാമത് നമ്മുടെ കല്യാണം ഒരു ബൊമ്മ കല്യാണമല്ലേ. എനിക്ക് സുധീഷിനോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും തിരിച്ച് സുധീഷിനും ഇല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് വിഷമാവും. സുധീഷ് പറയും ചെയ്യാം. സുധീഷ് മനസ്സ് പറയും ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നതെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സുധി ആകെ ഡള്ളായിരിക്കുകയാണ്. സുഭാഷ് ചോദിക്കും എന്ത് പറ്റിയടാ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? സുധീറും ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഒരു ചെറിയ തലവേദന. കോഫി എടുക്കണോ? വേണ്ട സുഭാഷ് ഏട്ടാ. നിധി സുഭാഷിനോട് പറയും നാളെ ഓഫീസിൽ നിന്ന് അവരൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. സുഭാഷ് പറയും അതിനെന്താ വന്നോട്ടെ. ഹരീഷ് പറയും അയ്യോ ഇങ്ങോട്ടോ? അത് വേണോ? ഈ വീടിൻ്റെ അവസ്ഥ. നിധി പറയും അവർ 100 വർഷം പഴക്കമുള്ള വീട്ടിനെ പറ്റി എന്തോ പഠിച്ച് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനു വേണ്ടിയാ. അവരൊക്കെ അതിന് സമ്മതിക്കുകയാണ്. രാത്രി കിടക്കുമ്പോഴും സുധീഷാകെ ടെൻഷനിലാണ്. ഹരീഷും നികേഷൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ഒന്നും പറയില്ല. സുധീഷ് പറയും നിങ്ങളെ കാര്യം നോക്കി കിടക്കാൻ നോക്ക്. സുഭാഷ് ചോദിക്കും എന്താടാ പ്രശ്നം? സുധീഷ് സുഭാഷിനോട് നിധി ഡിവോഴ്സ് ചോദിച്ച കാര്യം പറയും. ഞാൻ അവളെ ഇത്രയും സ്നേഹിക്കുന്നത് അവളെ എന്താ മനസ്സിലാക്കാത്തത്? പക്ഷേ ഞാൻ അവളെ വിടാനൊന്നും പോണില്ല. അവളെ എന്നെപ്പോലെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ല. 6 മാസത്തിനുള്ളിൽ അവളെ കൊണ്ട് ഞാൻ പ്രപ്പോസ് ചെയ്യിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് നികേഷ് സുധീഷിനോട് ചോദിക്കും എടുത്ത് ഇവിടുന്ന് പോവോ? ഓ നിനക്കിപ്പോഴും അതാണല്ലേ പ്രശ്നം. എൻ്റെ കാര്യം ഓർത്തിട്ട് നിനക്കൊരു ടെൻഷനും ഇല്ല അല്ലേ? സുഭാഷ് പറയും അവനതല്ലടാ ഉദ്ദേശിച്ചത്, അവളിവിടെ നിന്നാലല്ലേ നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാവും. സുഭാഷ് ചോദിക്കും ഒരു 6 മാസം കൊണ്ട് നടക്കില്ലടാ. സുധീഷ് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ സുഭാഷിനോട് അതേന്ന് തലയാട്ടും. രാവിലെ തന്നെ സുഭാഷ് അവിടേക്ക് തുടക്കുകയാണ്. റൂം ഫ്രഷ്നർ എടുത്ത് അടിക്കുമ്പോൾ സുധീഷ് പറയും അത് നിധിയുടെ റൂമിൽ അടിക്കാനുള്ളതല്ലേ. സുഭാഷ് പറയും നീ വാങ്ങിച്ചതന്നല്ലോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ. സുധി പറയും അതെ, എന്നാലും അത് നിധിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ. ഹരീഷ് അങ്ങോട്ട് വന്ന് ഇന്ന് എന്താ ഇവിടെ പരിപാടിയെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും മിക്കവാറും സുഭാഷേട്ടൻ്റെ എക്സും ഹസ്ബൻഡും വരുന്നുണ്ടാവും. സുഭാഷ് പറയും ഇന്നലടാ നിധിയുടെ ഓഫീസിൽ നിന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഓ അത് ശരിയാണല്ലോ. ആ സമയത്ത് കാറിൽ അവരങ്ങോട്ട് വരികയാണ്. നിധി സുഭാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കും. സുധീഷിനെ പരിചയപ്പെടുത്തുമ്പോഴേക്കും MD ഒരു കോള് വരും. നികേഷും ഹരീഷും കൂടെ സുധീഷ് നാണം കെട്ടെന്ന് പറഞ്ഞ് കളിയാക്കും. അവർ അകത്ത് കയറി വീടൊക്കെ കാണുകയാണ്. അവരുടെ കൂടെയുള്ള കൂട്ടുകാരി നിധിയോട് ചോദിക്കും ഇതൊക്കെ നിധിയുടെ റിലേറ്റീവ് ബ്രദേഴ്സാണോ? നിധി പറയും അതെ, സുധീഷ് അടക്കം 4 റിലേറ്റീവ് ബ്രദേഴ്സ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. സുധീഷ് ഒരു വിഷമത്തോടെ നിധിയെന്ന് വിളിക്കും.